ഇതേ കണ്ടില്ലേ, അടിപൊളി മൈലാഞ്ചി കളർ. ഇതേ കളറിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. ആദ്യം നമുക്ക് കുറച്ച് ശർക്കര എടുക്കുക, അതിനുശേഷം കുറച്ച് പഞ്ചസാര എടുക്കുക. ഇതെല്ലാം കൂടെ തന്നെ പഞ്ചസാരയും ശർക്കരയും കൂടെ നമ്മൾ ഉപയോഗിക്കാത്തൊരു കുക്കറിലോ 4 ഭാഗത്ത്, കുക്കറിന് 4 ഭാഗമല്ലല്ലോ, റൗണ്ടല്ലേ, അപ്പോൾ ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കുഞ്ഞ് ബൗളെടുത്ത് അതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അതിനുശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളമാണ് കേട്ടോ, തണുത്ത വെള്ളം എടുത്ത് ഒരു ഇരുമ്പ് ചട്ടിയിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഒരു തുണിയുണ്ട്, ചെറിയ തുണിയുണ്ട്, നമ്മൾ പുട്ടുറ്റിക്ക് ഇങ്ങനെ ആവി പുറത്ത് പോകാതിരിക്കാൻ വെച്ച് കൊടുക്കൂലേ, അതുപോലെ ഇതിലും വെച്ച് കൊടുക്കുക. അത്രയും നമുക്ക് വേണ്ടുള്ളൂ. എന്നിട്ട് ഗ്യാസ് ഓണാക്കി ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോഴേക്ക് നമുക്ക് ഇതുപോലെ മേളിലിരിക്കുന്ന വെള്ളം ചൂടായി നീരാവി ഇറങ്ങി വരുന്ന ഈ ഒരു കളറിൽ നമുക്ക് ആ ഒരു നീരാവി വന്നിറങ്ങിയ വെള്ളം കിട്ടും. അതിൽ നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. കുറേശ്ശെയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം പോലെ ആവരുത്, എന്നാൽ നല്ല ഡ്രൈ ആയിട്ടും ഇരിക്കരുത്. ഒരു നമ്മുടെ എന്താ പറയുക, ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവം വരില്ലേ, ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ മിക്സ് ചെയ്ത് പൊടി മിക്സ് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് മൈലാഞ്ചി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം നമുക്ക് ഒരു ഈർക്കിലിൽ കുത്തിയിടുകയോ, അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ ആരും ചെയ്യത്തില്ലല്ലോ, കോൺ ചുറ്റുന്ന കവർ പുറത്തുനിന്ന് കിട്ടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് വാങ്ങി നമുക്ക് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിൽ ആ സാധനം ഇല്ലാതിരുന്നത് കൊണ്ട്, കാരണം ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം എപ്പോഴും ഞാനിങ്ങനെ നഖത്തിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ, കാരണം കുറേ നാൾ നിൽക്കൂട്ടോ. അതിനുശേഷം എൻ്റെ കയ്യിൽ ഇന്നത് നമ്മുടെ തുണിക്കടയിലെ കവറിൻ്റെ ഒരു ഇതാണ്. അത് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് അതിന് കോണാകൃതിയിലാക്കി അതിനകത്ത് ഇത് ഫില്ല് ചെയ്ത് അതിൻ്റെ മൂട്ടിൽ ഒരു കെട്ടും വെച്ച് കൊടുത്ത് തുമ്പത്തൊരു ചെറിയ രീതിയിലൊരു ചെറിയ ഇതിൽ കട്ട് ചെയ്ത് നമ്മൾ ഡിസൈൻ അങ്ങ് വരച്ച് തുടങ്ങുകയാണ് കേട്ടോ. വലിയ ഡിസൈനറൊന്നും അല്ല, അറിയത്തില്ല, പടം വരച്ച് വലിയ ശീലവും കാര്യങ്ങളൊന്നുമില്ല, മറന്നുപോയി. കുഞ്ഞിലേക്ക് നല്ലപോലെ പടം വരയ്ക്കുന്നത്, പക്ഷേ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, അപ്പം മറവി സ്വാഭാവികം. അപ്പം നാളെ ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിപ്പോൾ ഇട്ടതാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ഡിസൈനൊക്കെ വരയ്ക്കുക. അല്ലെങ്കിൽ അച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇതാക്കി കൊടുത്താൽ മതി. പക്ഷേ എൻ്റെ കയ്യിൽ അച്ചുമില്ലായിരുന്നു. പിന്നെ യൂട്യൂബിലൊക്കെ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കി, അതൊന്നും കിട്ടിയില്ല, ശരിയായില്ല. പിന്നെ കിട്ടിയ ബോധത്തിന് എന്തൊക്കെയോ ആക്കി കൂട്ടി വെച്ചു. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി റിസൾട്ടാണ്, അടിപൊളി കളറിൽ നമുക്ക് കിട്ടും. ഈ പുറത്തൊന്നും വാങ്ങിക്കേണ്ട കെമിക്കലായിട്ടുള്ള ഒന്നും നമുക്ക് ചെയ്യേണ്ടതായിട്ടില്ല. പിന്നെ കുറേ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ അത് ഇത് മറ്റേത് മറിച്ചത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ 2 ചേരുവകൾ ചേർത്തുകൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യൂ. ടാറ്റാ.